ഇപ്പോൾ എല്ലായിടത്തും ഞെട്ടിക്കൽ ബിരിയാണിയാണ് താരം. അപ്പം നമ്മുടെ ഇന്നത്തെ താരം നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. ഇത് ഭയങ്കര എളുപ്പമെന്ന് ഞാൻ പറയില്ല, കുറച്ച് പാടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കണ്ടപോലെ ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളി പേസ്റ്റ് അല്ല, തക്കാളി മുഴുവനോണ്ട് ഇട്ടതും സവാളയും അധികം തൈര് വേണം. നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത് തൈര് കുറച്ച് കൂടുതൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ വരാം. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യേയില്ല. കുരുമുളക് പൊടിയും നല്ല പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അത് രണ്ടും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല മെയിനാണ്. ബിരിയാണിയുടെ ഫ്ലേവർ മാറ്റണമെങ്കിൽ ഗരം മസാലയ്ക്കൊരു വലിയ സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് നല്ല പാകത്തിനാക്കി എടുക്കുക. നേരെ അടുപ്പത്ത് കയറ്റുക. അതായത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് അരി സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യോ ഡാൽഡയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നമ്മുടെ മറ്റേ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് അത് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ബിരിയാണിയുടെ ചിക്കനിൽ ചതച്ച് വരണമെന്നില്ലേ, അത് കുറച്ചും കൂടി ഇതിനകത്തും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. എന്നിട്ട് നമ്മൾ ആദ്യം അരി ഇട്ടൊന്ന് സോട്ട് ചെയ്യണം. അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വിട്ട് കിട്ടും ചോറ് വേവിക്കുമ്പോൾ. ഞാനിവിടെ ബിരിയാണിക്ക് അരി ആദ്യം ഇട്ട് അളന്നാണ് വെള്ളം ഒഴിച്ചിടുന്നത്. ചിലപ്പോൾ ചിലവർ റൈസ് ഊറ്റിയെടുക്കുന്നവരുണ്ടാകും, പക്ഷേ ആ വെള്ളം അതിനകത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ നീരും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചത് ആ ചോറ് ഇതുപോലെ സെറ്റാക്കി എടുക്കുക. ഒരു പകുതി എന്ന് വെച്ചാൽ 90% വേവ്. നമ്മൾ ചിക്കൻ കറിയിലേക്ക് കുക്കറിൽ വെച്ചാണ് ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതിനകത്തേക്ക് തന്നെ നമ്മൾ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് വയ്ക്കുക. കാരണം എയർ അതിനകത്ത് ടൈറ്റ് ചെയ്ത് നിൽക്കാതിരുന്ന് നല്ല രീതിയിൽ പ്രസ്സാക്കി വയ്ക്കുക. ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലയും നമ്മുടെ ഗരം മസാലപ്പൊടി നമ്മൾ കുറച്ച് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കുക. കുക്കർ തുറക്കും ഇതുപോലെ ആവി വന്ന് ഒരു അടിപൊളി മണം വരും. എൻ്റെ മോനെ സ്വർഗ്ഗം കാണും. ഞാൻ മുംബൈയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തിന്നാൻ തോന്നുന്ന സാധനം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് റൈസ് സെപ്പറേറ്റ് ആക്കുക, ചിക്കനും സെപ്പറേറ്റ് ആക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് കൂടുതൽ എടുക്കാം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും കുക്കറിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ദം ഇട്ടുമ്പോൾ അടി പിടിക്കില്ലെന്ന്. കണ്ടോ, ഒരു തുള്ളി പോലും അടി പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് കുക്കർ അങ്ങനെ വെച്ചാണ്ടല്ലോ, അടിയിലൊന്നും പിടിക്കില്ല. ആ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം കൂടി റൈസിനകത്തേക്ക് പിടിച്ചിട്ട് പ്രത്യേക ഫ്ലേവർ വരും. അപ്പോൾ ഇങ്ങനെയുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല ചൂട് പാർന്ന ചിക്കൻ ബിരിയാണി, ചിക്കൻ വറുത്ത്